Q Developers Comedy Super Night 2. ചുന്ദരി പെണ്ണേ. ഇത് ആരെ നോക്കിയാ പാടി സുന്ദരി പെണ്ണേന്ന് അവിടെ സംഭവം. അപ്പോഴാണ് ചേട്ടന്റെ ഡയലോഗ്, അരുത് കുതിരയെ അരുതരുത് കുതിരയെ അതിലിരിക്കുന്ന മുതിര എടുക്കാൻ മുതിരെടുത്ത് കുതിര. ഞാൻ യുദ്ധത്തിന് പോകുന്നു, എന്നെ ഉദ്ധരിക്കരുത്. കണ്ട മഗധയിലെ രാജാവ് പറയുന്നതാണ്. വെളുത്തൊരു പെണ്ണ് ഈ ലോലോല സാറ് വെച്ചതാണോ? ഒരു പാട്ട് പാടുമ്പോൾ ഈ പാട്ടിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. കേരളത്തിൽ പേര് കേട്ട ബാലസമിതി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. വർണ്ണച്ചിരി മഴ തീർക്കുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥി പുതുതലമുറയുടെ ഹൃദയം തൊട്ടറിഞ്ഞ സംഗീത സംവിധായകൻ, മലയാളികളുടെ അഭിമാനമായ പ്രിയ ഗായകൻ. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഗോപി സുന്ദർ. ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എന്റെ നെഞ്ചിലേ. നെഞ്ചിലേ നെഞ്ചിലേ ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എന്റെ നെഞ്ചിലേ. ഒന്നിച്ചൊട്ട കൊടിക്കീഴേ ഉശിരുമാ ദേവൻ ചേട്ടൻ വന്നപ്പോഴേ വിചാരിച്ചാണ് ഗോപിച്ചേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അപ്പോൾ അന്ന് ഫോണിലൊക്കെ വന്നു. പക്ഷെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. തെലുങ്ക് സൂപ്പർ സ്റ്റാർ, സൂപ്പർ ഹീറോ ജൂനിയർ NTR ആയിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്. ഇങ്ങനെ തന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആദ്യത്തെ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ, ഇനി എല്ലാവർക്കും തോന്നിക്കോളും. സംഗീത പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്നാണല്ലോ വന്നത്. എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് തിരിഞ്ഞത്? എൻ്റെ സ്വഭാവം തന്നെയാണ്, മ്യൂസിക് തന്നെയാണ് എൻ്റെ സ്വഭാവം. ഓർമ്മ വെച്ചാലും തൊട്ട് തന്നെ മ്യൂസിക്കുമായിട്ട് ഇങ്ങനെ താളം പിടിക്കും. പിന്നെ പണ്ടോടെ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുമായിരുന്നു. അങ്ങനെ പാട്ടുകൾ കേട്ട് 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 മ്യൂസിക്കിലോട്ടാണ് ടേസ്റ്റ്. സ്റ്റഡീസിലൊക്കെ എങ്ങനെയായിരുന്നു? സ്റ്റഡീസിൽ വളരെ മിടുക്കനായ സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാവരും നമ്മളെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കൂല ടീച്ചർമാർ. എല്ലാത്തിനും ഉത്തരം പറയും? അല്ല, ഒന്നിനും ഉത്തരം പറയാത്തത് കൊണ്ട് അവിടെ ഇരുന്നോളം പറയും. അടുത്ത ആളുടെ ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും പാസ്സാണ്. അപ്പോൾ 10th വരെ എത്താൻ വേണ്ടി എത്ര വർഷം എടുത്തു? 10th വരെ എത്താൻ ഏകദേശം 12 വർഷം എടുത്തു. അയ്യോ, 12 വർഷം എടുത്ത് 10ാം ക്ലാസ് വരെ എത്താൻ? അതെ, അതിനൊരു 7 സ്കൂളുകൾ മാറി മാറി പഠിക്കണം. എത്ര സ്കൂളിൽ മാറി മാറി പഠിച്ചു? 7-8 സ്കൂളുകൾ മാറി പഠിച്ചു. ആകെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ 8 സ്കൂളിൽ മാറിയിട്ടുണ്ട്. എന്തായിരുന്നു കാരണം? കാരണം എന്നല്ല, പഠിക്കാൻ താല്പര്യമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത എന്താ പറയുക, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ പ്രൊട്രാക്ടറും മറ്റൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കെമിസ്ട്രി ആരും യൂസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ചേട്ടാ പഞ്ചസാര വേണമെന്ന് പോയി കടയിൽ പോയി പറയാനായിട്ട് C6H22 എന്നൊക്കെ പറഞ്ഞു, അതൊന്നും ആവശ്യമില്ല. സോ ഡെഫിനറ്റ്ലി ജീവിക്കാനൊന്നും ആവശ്യമില്ലെന്ന് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു, വളരെ ചെറിയ പ്രായത്തിൽ അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് പഠിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറയാം, കാരണം എല്ലാവരും നമുക്ക് ഒരുപാട് മാർക്സ് ഉള്ളത് 100% മാർക്സ് ഉള്ളതൊക്കെ വിളമ്പി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും.
പക്ഷെ അതിൽ നിന്നും ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത് സ്വന്തം SSLC ബുക്കിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അത് അങ്ങനെ ചെയ്യാനുള്ള കാരണമുണ്ട്. കാര്യം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ SSLC എഴുതിയിട്ട് ജയിക്കുമോ തോക്കുമോ എന്നുള്ള ടെൻഷൻ, വീട്ടുകാർ 1-ാം ക്ലാസ് മുതൽ മോനെ 10-ാം ക്ലാസ് ജയിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു കൂട്ടിലിട്ട കിളികളെ പോലെ അവരിങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ പഠിച്ചു വരികയും അവസാനം 10-ാം ക്ലാസ് തോറ്റ് കഴിയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുക, അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് എൻ്റെ കൺമുമ്പേ എനിക്ക് അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ഒരു അവയർനെസ്സും പൊതു താല്പര്യാർത്ഥം ചെയ്തൊരു കാര്യമാണ്. അത് SSLC തോറ്റുകൊണ്ടുകൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മക്കളെ. എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ SSLC തോറ്റ ആളാണ്. അതുകൊണ്ട് SSLC തോറ്റതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടത് എൻ്റെ നയം വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആ നയം വ്യക്തമാക്കിയത് കറക്റ്റ് ആയിരുന്നു അല്ലേ? എങ്ങനെയാണ് ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഈ പാതയിലേക്ക് വഴി തുറന്നത്? മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടിട്ടല്ല വന്നത്. മ്യൂസീഷ്യൻ ആയിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, മ്യൂസിക് കൂടുതൽ പഠിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ പോലും അറിയാതെയാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ട് കയറുന്നത്. മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഔസേപ്പച്ചൻ സാറിനോട് ഒരു 14 വർഷം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ റോഷൻ ചേട്ടൻ ആദ്യം വരുന്നത്. ഇങ്ങനെ നോട്ട്ബുക്കിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത്. സോ അങ്ങനെയാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അതൊരു 14 വർഷം ഔസേപ്പച്ചൻ സാറിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുകയും അത് സെയിം ടൈം സൈമിൾട്ടേനിയസ്ലി അഡ്വർടൈസ്മെൻറ്റ്സും റേഡിയോ സ്പോർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെയാണ് പതുക്കെയാണ് വരുന്നത്. സോ ആക്ച്വലി ഇപ്പോൾ പലരും എന്നെ കാണുമ്പോൾ പറയും, ഓ പുതിയ പയ്യൻ ഇപ്പോൾ വന്നു, മ്യൂസിക് ഡയറക്ടർ പുതിയൊരാളാണ് എന്ന് പറയും. ഞാൻ ഇപ്പോൾ എൻ്റെ 23-ാമത്തെ വർഷമാണ് ഇൻഡസ്ട്രിയിൽ. സോ അതെനിക്ക് എന്താ പറയുക, ഇപ്പോൾ ന്യൂജൻ തന്നെ വിളിക്കുമ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ചിരിയാണ് വരുന്നത്. കാര്യം എൻ്റെ കൺമുന്നേ ഒരുപാട് പേര് ശോഭിക്കുകയും പൊലിഞ്ഞു പോവുകയൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയാണ് ഈ പരിപാടി. സോ ഇപ്പോഴും കണ്ടിന്യൂ ആണ്. ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തിയേ? ഔസേപ്പച്ചൻ സാർ എൻ്റെ ഫാദറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, കോളേജ് മേറ്റ് ആയിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ 10-ാം ക്ലാസ് തോറ്റു, അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ക്ലിയർ കട്ട് മൈൻഡായിരുന്നു. കാര്യം ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 10-ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ പല ഓപ്ഷൻസാണ്. അപ്പോൾ ഏതിലോട്ട് പോകും? അമ്മ പറയും നീ എഞ്ചിനീയർ ആണ്, നമ്മുടെ കുടുംബത്തിലൊരു എഞ്ചിനീയർ വേണം എന്ന് അച്ഛൻ പറയും. നമ്മുടെ മാമൻ്റെ അളിയൻ്റെ വകയിലൊരു ബന്ധം എന്ന് പറയും നമുക്ക് ഇങ്ങനൊരു പരിപാടി ഉണ്ട് മോനെ, ഇതുമായിട്ട് നമുക്ക് ഡോക്ടറിന് പഠിച്ചാൽ നന്നായിരിക്കും, ഇതിലൊരു സ്പെഷ്യൽ കോഴ്സ് ഉണ്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ പല ഓപ്ഷൻസ് വരുമ്പോൾ കുട്ടികളാകെ കൺഫ്യൂസ്ഡ് ആവുകയും അവസാനം അവൻ്റെ ടാലന്റ് എന്താണെന്ന് മറന്നിട്ട് ഇവരൊക്കെ പറഞ്ഞതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കേണ്ട ഒരു പാവയായി മാറുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കൂടുതലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷനൊക്കെ കട്ടായി കഴിഞ്ഞു. എൻ്റെ അടുത്ത് അച്ഛൻ ചോദിച്ചു, മോനെ വീണ്ടും എഴുതുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതത്തില്ല, എന്നെ കൊന്നാലും ഞാൻ ഇനി എഴുതൂല, എഴുതിയാലും പാസ്സാവാനും പോകുന്നില്ല. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മ്യൂസിക്കിനാണ് പരിപാടി, മ്യൂസിക്കിന് കെമിസ്ട്രി ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് സന്തോഷമായിട്ട് മ്യൂസിക് ചെയ്യാനാണ് താല്പര്യം. അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അച്ഛനാണ് കൊണ്ട് ഔസേപ്പച്ചൻ സാർ മീറ്റ് ചെയ്യുന്നു. അവിടെ തബല പ്ലേ ചെയ്യുന്നതുകൊണ്ട് എന്നെ തബലിസ്റ്റായിട്ട് വിളിച്ചു. തബല വായിക്കാൻ തുടങ്ങി. തബല വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വായിച്ചു കഴിയുമ്പോൾ വീട്ടിൽ പോകില്ല, തിരിച്ച് ഞാൻ വീട്ടിൽ പോകില്ല, അവിടെ തന്നെ ഇരിക്കും. ആ ഒരു ഇരുത്തം ഒരു 14 വർഷം കണ്ടിന്യൂ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോട്ട്ബുക്കിൽ വന്ന് നോട്ട്ബുക്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. എല്ലാ മേഖലകളും ആ സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ള മേഖലകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് എന്ന സിനിമയിൽ പിന്നെ സംഗീത സംവിധാനം. നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ബിഗ് ബി ആണ്. ബിഗ് ബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ചെയ്തത്. ബിഗ് ബിനെ പറ്റി ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ അല്ലേ? ബിഗ് ബി ആക്ച്വലി അതൊരു 10 days കൊണ്ടാണ് ബിഗ് ബി ഉണ്ടാവും. ബിഗ് ബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് 10 ദിവസം കൊണ്ടാണ്. അതിൽ 8 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ, 2 ദിവസം അത് പോസ്റ്റ് ചെയ്യാനുള്ള സമയത്ത്. സോ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്തൊരു വർക്കാണ്. അതിനുശേഷം ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് 10 നില പൊട്ടി. ആദ്യം ചെയ്ത പടം തന്നെ ഫ്ലോപ്പായി. അപ്പം എന്തുകൊണ്ടും ഈ പറഞ്ഞ പാട്ടുകളൊക്കെ അന്നത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ആളുകൾക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു അത്. അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ആൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ഓഡിയനായിട്ടൊരു റിലേഷൻ ഇല്ല, നമുക്ക് അറിയില്ല എന്താണ് ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊന്നും അന്ന് എനിക്കറിയില്ല. സോ അതിനുശേഷമാണ് ഇപ്പോൾ ഓരോരോ സിനിമകളായിട്ട് ചെയ്യുമ്പോഴാണ് പതുക്കെ അതിനുശേഷം അൻവർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, സാഗർ അലി അജാക്കി ചെയ്തു. അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ ഖൽബിലെത്തി എന്നൊരു പാട്ട് ചെയ്തു. അത് 1 hit ആയതിനു ശേഷം മലയാളികളെ ഏറ്റുപാടിയ പാട്ടാണ്. ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ പോയാൽ ആ പാട്ട് എന്തായാലും മസ്റ്റാണ്. ഓക്കെ, അങ്ങനെ ആ ഖൽബിലെത്തിയിലാണ് ഫസ്റ്റ് ഒരു
ഓക്കെ ഇനി മ്യൂസിക് ഡയറക്ഷൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് തോന്നിപ്പിച്ചൊരു വർക്കാണ് അത്. എന്നാ കൽബിലെത്തി ഒന്ന് പാടിത്തരും. കിഴക്ക് പൂക്കും ഒരുക്കിനെന്തൊരു ചൊകപ്പാണേ, പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടുതുടുപ്പാണേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ, കൽബിലെത്തി 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 കൽബിലെത്തി. ഒരുപാട് പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത സോങ് ആണത്. സോ അതിലൂടെ എനിക്കൊരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം മലയാളി പ്രേക്ഷകർ ഉണ്ടാക്കി തന്ന, അല്ലെ ഈ പാട്ടിലൂടെയാണ് മലയാളി പ്രേക്ഷകർ ശരിക്കും ഒരു അവരുടെ കൽബിലൊരു ഇടം നൽകിയ, എനിക്കൊരു ഇടം നൽകിയൊരു ഏരിയയാണ് ഒരു സോങ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സംഗീത സംവിധാനം അതിന് മുമ്പായിരുന്നു, അതായത് ഫസ്റ്റ് എത്ര എണ്ണം എണ്ണീട്ടൊന്നുമില്ല, മാസം മാസം ഒരു കുറെ എണ്ണം ചെയ്യും. എന്നാ ഞാൻ പറഞ്ഞു തരട്ടെ, 5000-ത്തിലധികം ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡ് വന്നിട്ട് അതിലൊരു വലിയ ട്രാക്ടർ ഓടിക്കാൻ പറഞ്ഞുള്ള അവസ്ഥയാണ്. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു വലിയ ഗ്രൗണ്ട് വന്നിട്ട് ചെറിയൊരു വണ്ടി ഓടിക്കാൻ പറഞ്ഞുള്ള ഫീലാണ്. സിനിമ എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ സിനിമയാണ്. സോ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 15 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഒരേ ഗാനമാണ് ആലപിക്കുന്നത്, ടൈറ്റിൽ സോങ്. അപ്പൊ അതൊന്ന് താങ്കളെ കൊണ്ടൊന്ന് റീമിക്സ് ചെയ്ത് വേറൊരു സംഭവത്തിലേക്ക് വൻ പണിയറിയോ? അല്ലല്ല, അത് പണിയണം, പിന്നെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ? യുദ്ധത്തിന് പോകുന്ന ആളിനോട് പറഞ്ഞു, ഒന്ന് ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഞാൻ യുദ്ധത്തിന് പോകുന്നു, എന്നെ ഉദ്ധരിക്കുന്നു. കണ്ട, മഗധയിലെ രാജാവ് പറയുന്നതാണ് ചേട്ടന്റെ ഡയലോഗ്. ഇത്രയും പറഞ്ഞു സൂപ്പറാണ്. ഇനി പറയാനുള്ളതാണ് നല്ല മാസ്റ്റർ പീസ് ഡയലോഗ്. കുതിരയെ പിടിച്ചുകൊണ്ട് അരുത് കുതിരയെ, അരുതരുത് കുതിരയെ, അതിലിരിക്കുന്ന മുദ്ര എടുക്കാൻ മുദ്രരുത് കുതിര. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന 2 ബാല്യ സഹോദരങ്ങളാണ്, സാജൻ, ഞാൻ സരസൻ. കേരളത്തിൽ പേര് കേട്ട ബാല്യസമിതി, സാജനും പാതി, സരസനും പാതി. എടുക്കണമല്ല അടിയണ സാജ. കേരളത്തിൽ പേര് കേട്ട ബാല്യസമിതി, സാജനും പാതി, സരസനും പാതി. എടുക്കണമല്ല അടിയണ സാജ. അപ്പൊ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെന്താ പറഞ്ഞേ? സാജൻ ആൻഡ് സരസൻ. എന്താ പരിപാടി? സാധനങ്ങളുടെ പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ പണ്ടേ ഒരു സാമട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് സായിൽ തന്നെ പേര് വിട്ടു. എങ്ങനെയുണ്ട്? ഇപ്പൊ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഒരേ ഗാനമാണ് ആലപിക്കുന്നത്, ടൈറ്റിൽ സോങ് ഇപ്പൊ പാടിയത്. അപ്പൊ അതൊന്ന് താങ്കളെ കൊണ്ടൊന്ന് റീമിക്സ് ചെയ്ത് വേറൊരു സംഭവത്തിലേക്ക് വൻ പണിയറിയോ? അല്ലല്ല, അത് പണിയണം, പിന്നെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ? അല്ല, അച്ഛൻ ബാലയായിട്ട് നല്ല ബന്ധമാണോ? അച്ഛന് ബാലയായിട്ട് ബന്ധമില്ല, അച്ഛന് പാലയിൽ ഒരു ബന്ധമുണ്ട്. ബാലയായിട്ട് ബന്ധം? ബാലയിൽ ബന്ധമുണ്ടെന്ന്? ആരുമായിട്ട്? ജീവയായിട്ട്. അത് പണ്ടായോ? അത് ഇപ്പൊ ഉണ്ടെന്ന്. ഇപ്പൊ ഇല്ല. അച്ഛൻ പോകണ്ടല്ലോ, എനിക്കറിയാലേ. കഴിഞ്ഞ ആഴ്ച പെങ്ങളെ അമ്മ പിടിച്ചു വെച്ചാ അത് കാര്യാക്കണ്ട. അച്ഛനിപ്പോ ബാലയായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാലെ കളിക്കുമ്പോ ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ കളിച്ച് പകുതി ആക്കി കഴിയുമ്പോ അച്ഛന് ബന്ധം വരും. അത് ബന്ധം വരും. ഈ ബാലെ പൊളിയുമല്ലോ, ബാലെ പൊളിയുമ്പോ കമ്മറ്റിക്കാരൻ നമ്മളെ പിടിച്ചെടുത്തിട്ട് പറയും, നിന്നെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്റെയൊക്കെ അത് അപ്പൊ അച്ഛൻ വീട്ടിൽ ഇരുന്ന് തുമ്മുന്നു. അങ്ങനെ ഒരു ചെറിയ ബന്ധം അച്ഛനുമായിട്ട്. അച്ഛൻ ആസ്മയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച നൃത്ത സംഗീത നാടകമാണോ? ഉദ്ദേശിച്ച നൃത്ത സംഗീത നാടകമാണ്. ഞങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നൃത്ത സംഗീത നാടകമാണ്. പക്ഷെ പകുതിയാകുമ്പോൾ ആൾക്കാർ വിളിച്ചു പറയും, നിർത്തടാ നിന്റെ ഈ സംഗീത നാടകം. അവിടെ നിർത്തും. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പടയോട്ടമാണ് വീട്ടിലേക്ക്. എന്നും അങ്ങനെയാണ്. ഇപ്പോഴുള്ള ഈ ബാലയിലൊക്കെ യുദ്ധം ഉണ്ടാവോ? പിന്നെ ഇതിലെ മിക്കവാറും യുദ്ധമുണ്ട്. നിങ്ങൾ അതിലൊക്കെ ഉണ്ടാവും. ക്ലൈമാക്സ് യുദ്ധമാണല്ലോ. ആണോ? സ്റ്റേജ് കത്തുകയൊക്കെ ചെയ്യും. കത്തും, പിന്നെ
കത്തും സ്റ്റേജ് നിന്ന് കത്തും. നമ്മള് അവർക്ക് അത് ഓഡിയൻസിന് എപ്പോ തോന്നുന്നു ഇത് ക്ലൈമാക്സ് ആക്കണം തോന്നി കഴിഞ്ഞാൽ അവർ കയറി വരും. പിന്നെ അവർ കത്തിക്കുകയാണ്. ഇതുവരെ ക്ലൈമാക്സ് നടന്നതാണോ? ഇല്ല ക്ലൈമാക്സ് ഇല്ല. യുദ്ധത്തിൽ അവസാനിക്കുകയാണ്. അല്ല സെന്റിമെന്റ്സ് ഉണ്ടോ? സെന്റിമെന്റ്സ് ഓ സെന്റിമെന്റ്സ് സ്റ്റേജിലല്ല നടക്കുന്നത്, അത് കമ്മിറ്റി ഓഫീസിലാണ്. അതായത് ഇതിന്റെ പൈസ മേടിക്കാൻ വേണ്ടി ഇവൻ സ്റ്റേജിൽ കമ്മിറ്റി ഓഫീസിലോട്ട് പോകും. അവിടെ നിന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങി ആ പൈസ മേടിക്കുന്ന ഒരു സീനുണ്ട്. സത്യം കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. മലയാള സിനിമയെ പോലും ഇതേപോലെ അഭിനയിക്കുന്ന ഒരാളാണ് എന്റെ ജീവിതത്തിൽ. ഇവർക്ക് ഭയങ്കര ടെക്നിക്കലി ഉള്ള ഒരു ഡ്രാമയാണെന്ന് തോന്നുന്നു. ഇതിന്റെ ടെക്നിക്കാലിറ്റിനെ കുറിച്ചൊന്നും പറയാം. ടെക്നിക്കലി ബാലയിൽ അങ്ങനെ വല്ല ടെക്നിക്ക് ഒന്നും. പക്ഷെ ഇവനൊരു ടെക്നിക്ക് ഉണ്ട് ലേഡീസിനെ കാണുമ്പോൾ. അത് ഞാൻ നിർത്തണുണ്ട് കേട്ടോ നിന്റെ സ്വഭാവം. അത് ശരിയല്ല, നീ എല്ലാ ചെയ്യലും ഉണ്ട്. പിന്നെ ചേട്ടന്റെ ആ പഴയ പാട്ട് ഞാൻ അടുത്ത് അടിച്ചായിരുന്നു കേട്ടോ. മറ്റേ മൊയ്തിയിലെ സാമമാപ്പ, മറ്റേ സാമമാമ മുക്കത്തെ പെണ്ണ്. ആ മുക്കത്ത് അതിന്റെ ആ ഒരു കമ്മയുണ്ടല്ലോ, നമ്മളെ പരിചയപ്പെടുത്താൻ അടുത്ത് അടിച്ചായിരുന്നു. അതായത് ഈ ബാലയിൽ അണിനിരക്കുന്ന താരങ്ങൾ സാജൻ സരസൻ സരസ നളിനി രമണി ശാന്ത, അത് നല്ല ഓളമായിരുന്നു. അത് ഞാൻ പറയാതെ അടുത്ത് അടിച്ചതാണ്, ക്ഷമിക്കണം. അപ്പൊ സാജൻ സരസൻ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ 150 സ്റ്റേജുകളായി ഈ ബാല, എന്നെങ്കിലും ആ ക്ലൈമാക്സ് ഒന്ന് കളിക്കാൻ പറ്റണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അത് എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജിൽ ഇപ്പം നടക്കും, നിന്ന് കത്തും. അതുകൊണ്ട് ആ ഒരു ക്ലൈമാക്സ് ഒന്ന് കളിക്കണമെന്നാണ് എന്റെ അല്ല പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞങ്ങൾ ഊതിരിക്കരുത്, കലാകാരന്മാരെ ഊതിരിക്കരുത്. എന്തിനു ഊതിരിക്കണം? ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളെ ഊതിരിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ഒറ്റ ഡയലോഗ് മര്യാദക്ക് എഴുതി പറ്റും. ഈ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ് ഈ ബാല പൊളിയുന്നത്. അതായത് കഴിഞ്ഞ നാടകത്തിൽ പുള്ളി മഗധയിലെ രാജാവാണ്. ഈ രാജാവ് യുദ്ധത്തിന് പോകുന്ന ആളിനോട് പറഞ്ഞു, ഒന്ന് ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഞാൻ യുദ്ധത്തിന് പോകുന്നു, എന്നെ ഊതിരിക്കുന്നു. കണ്ട, മഗധയിലെ രാജാവ് പറയുന്നതാണ്, ഞാൻ യുദ്ധത്തിന് പോകുന്ന ഊത്രവിക്കരുത്. എന്താണ് കുഴപ്പം? അങ്ങനെ പറഞ്ഞു. ഇങ്ങനെയാണ് നാടകം പൊളിയുന്നത്. ചേട്ടാ, അടുത്ത നാടകം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ്. അപ്പൊ അവിടെ ഈ ചുത്തവും ഈ ഊത്രവിക്കൊക്കെ കൊണ്ട് ചെന്നാൽ അവർ നമ്മളെ ഓടിക്കും. അപ്പൊ ചേട്ട ഒന്ന് ഈ വേഷം ഒന്ന് ചെയ്യും, നല്ലൊരു വേഷമാണ്. വേറെ ആരെയും കിട്ടിയില്ലേ? അത് നല്ല ക്യാരക്ടറാണ്. ഞാൻ നോക്കിയിട്ട് ചേട്ടനാകുമ്പോൾ നല്ല സൈസ് ഉണ്ട്, നല്ല തടിയും മണ്ണും പൊക്കവും, നല്ല ഗ്ലാമർ ഉണ്ട്. ഞാനില്ലേ ഒരു രാജാവിന്റെ ഫിഗർ ഒക്കെ ഉണ്ടല്ലേ? രാജാവിന്റെ പിന്നെ നല്ല ഫിഗർ ഉണ്ട്. ഒന്ന് ആ വേഷം ഒന്ന് ചെയ്യൂ. അതായത് നല്ല ഒരു വേഷമാണ്. അത് വേഷം ചേട്ടാ സിമ്പിൾ ആണ്. ചേട്ടന്റെ ആ ഗ്ലാമർ തന്നെ 10 കൈയടിയും. ഗ്ലാമർ ഉണ്ടോണ്ട് കാര്യമില്ലല്ലോ. അല്ല ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ചേട്ടാ, അതോട് പറഞ്ഞത് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരാം. ചേട്ടാ ഈ തൊപ്പി ഒന്ന് വെച്ചാണ് എന്നും ഈ സംഗീതമായിട്ട് നടന്നാൽ മതി. നോക്കി. ബാലയിലൊക്കെ കേറി വാ. ജസ്റ്റ് ഒന്ന് വെച്ച് കോസ്റ്റ്യൂം ഇടണമെങ്കിൽ യോഗം വേണം. അനുഗ്രഹിച്ച് തീർച്ചയായിട്ടും. അതൊന്ന് വെച്ച് പറഞ്ഞു. എങ്ങനെ ഇരിക്കണം എന്ന് നോക്കിയാൽ നല്ല ലുക്കുണ്ട്. ഇതൊന്നും ബാക്കിയൊന്ന് ഉരുത്തരല്ലേ? കണ്ട, എന്റെ കഥാപാത്രം ഇപ്പോഴാണ് സത്യം പറഞ്ഞ ജനിച്ചത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒന്നുമില്ല. അതായത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ രാജ്യത്തെ രാജാവ് അശ്വത്തിനെ അഴിച്ചു വിട്ടേക്കാണ്. നാശമല്ല, ഇങ്ങോട്ട് മാറിയുന്നു. അതായത് അശ്വം കുതിരയെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണല്ലോ നായിക. അപ്പൊ നായികയും രാജാവ് ഈ കുതിരയെ നായകനായ രാജാവ് തടഞ്ഞു നിർത്തുന്നു. ഇതാണ് കുതിര. കുതിര കഴുതാൻ മെയിൻ സാധനങ്ങൾ പുള്ളിയാണ്. ഇതാ വെള്ള കുതിര, ഇത് കറുത്ത കുതിര. അപ്പൊ കുതിരയായിട്ട് വരുന്നു, തടഞ്ഞു നിർത്തുന്നു. അപ്പൊ ആ സീൻ നമുക്ക് എടുക്കാം. അപ്പൊ കുതിര വരുന്നു, തടഞ്ഞു നിർത്തും. കുതിര വരുന്നു, തടഞ്ഞു നിർത്തിയിട്ട് അല്ലയോ കുതിരേ, അല്ലയോ കുതിരേ, നീ എവിടെ പോകുന്നു? നീ എവിടെ പോകുന്നു? ഇതുള്ളതാണ് കേട്ടോ. ഞാൻ ആഹാരം കഴിക്കാം. ഞാൻ ആഹാരം കഴിക്കാൻ പോകുന്നു. എന്താണ് നിന്റെ ആഹാരം? എന്താണ് നിന്റെ ആഹാരം? ഞാൻ ഇഷ്ടമുള്ളത് തിന്നും. ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും. അവിടെ പോയി. അപ്പോഴാണ് ചേട്ടന്റെ ഡയലോഗ്. ഇത്രയും പറഞ്ഞു സൂപ്പറാണ്. ഇനി പറയാനുള്ളതാണ് നല്ല മാസ്റ്റർ പീസ് ഡയലോഗ്. കുതിരയെ പിടിച്ചുകൊണ്ട്, അരുത് കുതിരയെ, അരുതരുത് കുതിരയെ, അതിലിരിക്കുന്ന മുദ്ര എടുക്കാൻ മുദ്രരുത് കുതിര. അരുത് കുതിരേ, അരുതരുത് കുതിരേ, അതിലിരിക്കുന്ന മുദ്രയെടുക്കാൻ മുദ്രരുത് കുതിരേ. അതങ്ങനെയല്ല, ഗാംഭീര്യ ശബ്ദത്തിൽ പറയണം. അരുത് കുതിരയെ, അരുതരുത് കുതിരയെ, അതിലിരിക്കുന്ന മുദ്രയെടുക്കാൻ മുദ്രരുത് കുതിരയെ. അങ്ങനെ ഞാൻ പറയില്ല. കാര്യം അതായത് ഇന്റർവെൽ പഞ്ചാണ്. ഇന്റർവെൽ പഞ്ച് ഒരു ടേക്കിൽ ഓക്കെ എടുത്താൽ മതി. ഒരു പ്രാവശ്യം വരത്തുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞ ബാല കളിക്കാൻ വേണ്ടിയാണ് നല്ലത് കേട്ടോ. ബാല അത് വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വലിയ മ്യൂസിക്കും ചെയ്ത് ജീവിച്ചു പോയി കേട്ടോ അളിയാ. സംഭവം പൊളിഞ്ഞു. സംഭവം അപ്പോഴേ പൊളിഞ്ഞു. കുതിര അവിടെ പോയെല്ലാം തിന്ന് ജീവിക്കാൻ വന്നത് മൊത്തത്താലെ ചീറ്റി. അതുകൊണ്ട് ഞങ്ങൾ കുതിര പോയിക്കോളൂ, വിടവാങ്ങുന്നു. സാജനും പാർട്ടിയും സാജനും പാർട്ടിയും. വേറൊരു കാര്യമുണ്ട്, നിനക്ക് മനസ്സിലായ
മനസ്സിലായില്ല നമ്മൾ എവിടെ ചെന്നാലും പൊളിയും അത് ലാസ്റ്റ് നമ്മ പൊളിഞ്ഞിരിക്കും. ഭയങ്കര. ഇവിടെ വാ. ഡയലോഗ് എന്നാലും ഇവിടെ വാ. ഷാരൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസിൽ ഗോപിച്ചേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. पल की तितली है दुआ 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 है कहीं दूर चल के तितली है दुआ 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 है कहीं दूर ഏറ്റവും കൂടുതൽ ജനകീയമായതിന്റെ ഒരു റീസൺ അതാണ്, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനുക്കായി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. മലയാളികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ പാടി ആസ്വദിച്ച പാട്ടാണ് അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി. അപ്പൊ ആ പാട്ടിലേക്ക് എങ്ങനെ എത്തിയത്? ഈ പാട്ട് ചെയ്യാം. ആ പാട്ടിന് പകരമായിട്ട് ഞാൻ വേറൊരു പാട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അൻവർ റഷീദാണ് അൻവറാണ് എന്നെ വിളിച്ച് പറയുന്നത്, നമുക്ക് ആ പാട്ട് മാത്രം ഒന്ന് മാറ്റി പഠിക്കാൻ മലയാ, നമുക്കൊരു വേറെ സാധനം ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. ലൈക്ക് എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം എന്ത് മാറ്റാൻ പറഞ്ഞാലും ഞാൻ അപ്പം തന്നെ മാറ്റി കൊടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങനെ ഒരു അയ്യോ മാറ്റാൻ പറഞ്ഞല്ലോ എന്നൊരു ബുദ്ധിമുട്ടില്ല. ദൈവം സഹായിച്ച് അപ്പം തന്നെ അടുത്ത ട്യൂൺ വരുന്നതായിരിക്കും. അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആ സമയത്ത് ഞാനൊരു തുണിക്കടയിൽ നിൽക്കുമായിരുന്നു. ആ തുണിക്കടയിൽ തുണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നു, അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി അമ്മായി ചുട്ടതും വരുമോനിക്കായി എന്നൊക്കെ പറഞ്ഞു ലൈൻസ് 2-3 ലൈൻ തന്നു. ഇത് പിടിച്ചിട്ടൊരു സാധനം ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു. ഞാനൊരു ഷർട്ട് ട്രൈ ചെയ്തുകൊണ്ട് ഇടയിൽ ചുമ്മാ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തമാശക്ക് പാടുമല്ലോ, അതിന് വെറുതെ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് വരുമോനിക്കായി എന്നൊരു ബട്ടൺസ് കിട്ടുക കൊള്ളാന്നൊക്കെ പറയും. കൊള്ളാന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഒരു പാട്ട് പാടിയല്ലോ കൊള്ളാം. അങ്ങനെ റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് അപ്പങ്ങളെമ്പാടും ഉണ്ടാകുന്നത്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി. നമുക്ക് പറ്റില്ല, അത് സംഗീതം അറിയുന്നവർക്കേ പറ്റുള്ളൂ. ആ പാട്ട് അതിന്റെ അറിവൊന്നും ആവശ്യമില്ല. നമ്മള് സാധാരണ പ്രേക്ഷകരോട് സഞ്ചരിക്കുമ്പോൾ അവർക്ക് വേണ്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് നൽകുന്നു. ഏറ്റവും കൂടുതൽ ജനകീയമായതിന്റെ ഒരു റീസൺ അതാണ്, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളാണ് എല്ലാ പാട്ടുകളും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പാടുന്നത്. പാടാൻ അറിയുന്ന ആൾക്കും പാടാം, പാടാൻ അറിയാത്ത ആൾക്കാർക്കും പാടാം, ആർക്കും വേണമെങ്കിലും പാടാം, എല്ലാവർക്കും പാടാം. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും അപ്പങ്ങളെമ്പാടും നമ്മൾ പാടണ്ട, ചേട്ടൻ പാടിത്തരും. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനുക്കായി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനുക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനുക്കായി. ന്യൂ ജനറേഷന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം മെജോറിറ്റി എല്ലാ പാട്ടുകളും മലയാളി പ്രേക്ഷകർ പ്രായഭേദമന്യേ അവർ സ്വീകരിക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? അവരോട് നന്ദി മാത്രമാണ് തോന്നുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അതായത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു പാട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു കഴിഞ്ഞ 22 വർഷത്തെ കഠിനമായ പ്രയത്നമുണ്ട്. അപ്പോൾ ആ പ്രയത്നത്തിനും എൻ്റെ അന്ന് ഞാൻ ഒഴുക്കിയ കണ്ണീരിനും വേദനയ്ക്കുമുള്ള എനിക്കിട്ട് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ ഇവിടെ ഓരോ പാട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അതിന് ഓരോ പ്രേക്ഷകരും അതിന് സ്വീകരിക്കുമ്പോൾ എൻ്റെ ആ പണ്ട് കരഞ്ഞ ആ കണ്ണീരിനൊക്കെ ഒരു ചെറിയൊരു തലോടൽ കിട്ടുന്ന പോലെ തോന്നും, സാന്ത്വനം. അതുപോലെ 1983 അതിലെ പാട്ടുകളും മലയാളികൾ നെഞ്ചോട് ചേർത്ത പാട്ടുകളായിരുന്നു. ഹലോ ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടാവാനുള്ള റീസൺ ഭയങ്കര ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പാടുമ്പോൾ എനിക്ക് ഹാപ്പി ആവാറുണ്ട്. ആസ് എ കമ്പോസർ നമ്മൾ പാടുമ്പോൾ ഞാൻ ഹാപ്പി ആവാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്തിട്ട് അത് ഞാൻ പാടിയിട്ട് തന്നെ എനിക്ക് ഓക്കെ അല്ലാത്തൊരവസ്ഥയിൽ വരുന്നത്. അപ്പം ഞാൻ ചെയ്ത് എന്തോ ഒരു മാജിക് ഉണ്ട് ഈ സോങ്ങിൽ. ഞാൻ പാടിയിട്ട് പോലെ എനിക്ക് ഇഷ്ടമാവുന്നില്ല ഈ പാട്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ലെജൻഡറിക് സിംഗിങ് എന്താണെന്നുള്ളത്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി ഇങ്ങനെ ജയേട്ടനും മാണിയമ്മനും കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കാം. ജയേട്ടനും മാണിയമ്മയും കൂടി ആ പാട്ട് പാടിയ മൊമെന്റ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മൊമെന്റ് ആണ്. തീർച്ചയായിട്ടും ഏതൊരു സംഗീത സംവിധായകന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും വാണിയമ്മയെ പോലെയുള്ള ഒരാളെ കൊണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം ഒരുപാടുണ്ട്. എനിക്ക് ദാസേട്ടനും ചിത്രേച്ചിനും കൊണ്ടും അല്ലെങ്കിൽ എല്ലാം ഒരുപാട് പഴയ സിംഗേഴ്സിനെ കൊണ്ടൊക്കെ വീണ്ടും പാടിക്കണം താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്. കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പടത്തിൽ ആരും കേൾക്കാത്തൊരു പാട്ട് ഇവരൊക്കെ പാടുന്നതിനേക്കാളും ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഞാൻ കേട്ട് വളർന്ന ഈ ഗായകരോടുള്ള എൻ്റെ ആത്മസമർപ്പണമായിരിക്കണം ആ ഗാനങ്ങളെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അങ്ങനെ വന്നു പോയ പാട്ടിനൊന്നും ഇവർ ഉപയോഗിക്കില്ല. ദ ബെസ്റ്റ്
സോങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് എനിക്ക് തൃപ്തികരമായിട്ടൊരു പാട്ട് അത് ഏത് തരത്തിലും അത് ജനങ്ങളിലോട്ട് എത്തുമെന്ന് പൂർണ്ണമായ ബോധ്യമുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ലെജൻഡറി സിംഗേഴ്സിന് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സിംഗേഴ്സ് നമ്മളെന്നും മനസ്സിലിട്ട് താലോലിക്കുന്ന ദാസേട്ടനും ചിത്ര ചേച്ചിനെയും വാണിയമ്മയും അങ്ങനെയുള്ള ജയേട്ടനും അങ്ങനെ പോലുള്ള ഒരു വലിയ മഹാരഥന്മാരാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് ആവുന്ന ഒരു ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആയിരിക്കണം ഞാൻ കൊടുക്കുന്ന ഓരോ പാട്ടുകളെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എക്സ്പീരിയൻസ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹം വരുമ്പോൾ തന്നെ. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചാൽ എന്തിനാണ് ഈ പാട്ടുണ്ടാക്കിയതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ദാസൻ നമ്മൾ പഠിക്കേണ്ടത് എന്തിനാണ് ആ സോങ് എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്. അതൊരു വലിയൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. കാര്യം ഒരു പാട്ട് പാടുമ്പോൾ ഈ പാട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. സോ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി കൊടുക്കുകയും അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ആ പാട്ട് മുഴുവനായിട്ട് പാടിത്തരികയും ഒരു ചെറിയ ചേഞ്ചസ് വേണമെങ്കിൽ പോലും അതിങ്ങനെ പാടിക്കോട്ടെ അല്ല അങ്ങനെ പാടിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ഒരുങ്ങി ഇല്ലാതായി പോകും. അതായത് അത്രയും ഡൗൺ ടു എർത്താണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ആ കമ്പോസറിനോട് ചോദിക്കുകയാണ്. അപ്പം ഞാനും ദാസേൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എന്ന് പറയാം. മിക്ക ടേക്സും ഒറ്റ ടേക്കിൽ തന്നെയാണ് അദ്ദേഹം പാടിത്തരുന്നത്. അങ്ങനെ ഒരു പഞ്ചോ അങ്ങനെയൊന്നുമില്ല, ഒറ്റ ടേക്കിലാണ് അദ്ദേഹം പാടിത്തരുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് പാടിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്നു. അതും പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടനൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ അത്രയും ഒരു എന്താ പറയുക ഒരുപാട് പ്രേക്ഷകർ അത് കേൾക്കുകയും ആസ്വദിക്കുകയും ഒരുപാട് പേര് ഇപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്. സോ പലരും എന്നോട് ചോദിക്കാറുണ്ട് പാടിച്ച പാട്ട് ഞങ്ങൾക്ക് പാടി തന്നോട്ടെ 4 വരി. തീർച്ചയായിട്ടും പാടിത്തരാം. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാപഴുത്തേ നീ വരുകില്ലേ കനവു നിറച്ചേ ഞാൻ നിഴലു നനനാ നടിയിലൊളിച്ചേ നീ രാവാകേ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ദാസേട്ടന്റെ പടിയിലാ ഫീൽ കിട്ടുന്നത്. അത് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോൺ, കിങ് ഖാൻ, ഷാരൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ്സിൽ ഗോപിച്ചേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിപ്പോൾ ഞാൻ അറിയിക്കുകയാണ്, അറിയാത്തവരും കൂടെ അറിയണം. അപ്പോൾ ആ പാട്ടും കൂടെ ഞങ്ങൾക്ക് പാടിത്തരും. ഓക്കെ. ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയില് ഞാൻ 2 പാട്ട് പ്രോഗ്രാമിങ് ചെയ്തത്. ഞാൻ ആക്ച്വലി വിശാലൻ ശേഖരനോട് വേണ്ടി പ്രോഗ്രാമിങ് ചെയ്യായിരുന്നു. അത് ഞങ്ങൾ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഒരുപാട് ഹിന്ദി സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഈ പാട്ട് എസ്പെഷ്യലി പാടുന്ന സമയത്ത് അദ്ദേഹം ചുമ്മാ ഇങ്ങനെ ട്യൂൺ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ പ്രോഗ്രാമിങ് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ തമാശയ്ക്ക് വെറുതെ മൂളിപ്പാട്ട് പാടിയതാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നോട് വെറുതെ ഒരു 10 മിനിറ്റ് കൊണ്ട് പാടിയുണ്ടാക്കി എന്നോട് പാടി. അപ്പോൾ ഞാൻ പാടുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ഡിക്ഷനൊക്കെ ശരിയാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ഡിക്ഷൻ ശരിയായി, റഫല്ലേ പാടുന്നത്? ഇല്ല ചുമ്മാ ശരിയാക്കി വെച്ചേക്കാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ പാട്ട് എന്നോട് പറഞ്ഞത് ഈ പാട്ട് ഓക്കെ ആയി, നിങ്ങൾ പാടിയെന്നെ ഓക്കെ ആയി പറഞ്ഞു. ഷാരൂഖ് ഞാൻ പറയാം എനിക്ക് കുറച്ച് നേരം ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. കാര്യം ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹം എൻ്റെ വോയിസ് ചുണ്ടനക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി ഏതൊരു സിംഗറിൻ്റെയും അഭിമാനിക്കാവുന്ന ഒരു മൊമെൻ്റ് ആണ് അത്. ഈശ്വരൻ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ അത് വന്നു വേണ്ടത്. അതുകൊണ്ട് അത് അന്ന് കരുതി ഞാൻ ഇനി സിംഗിങ് കരിയർ എടുത്ത് പോകുന്നില്ല. പക്ഷെ വേറെ ഏതെങ്കിലും സിംഗർ അത് കിട്ടുമായിരുന്നെങ്കിൽ അത് സിംഗറിന് ഒരു വലിയൊരു ബ്രേക്ക് ആയേനെ. എന്തായാലും പാട്ട് കേൾക്കാം. ओ इश्क कह जाऊं या आसमां से निकलूं तेरी तारीफों पे चश्म बदूर पल के तितली है दुआ 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 है कहीं दूर चल के तितली है दुआ 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 है कहीं दूर दानने ना नाने दानने ना नाने नाना 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 तही दूर के तितली है दुआ 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 है कहीं दूर सिर्फ कह जाओ या പിന്നെ അതിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെയാണ് ചെന്നൈ എക്സ്പ്രസ്സിലെ ഈ പാട്ട്. വളരെയധികം ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു പാട്ടല്ലേ. വേറെ സോങ് ഉണ്ട് 1 2 3 4 ഗെറ്റ് ഓൺ ദ ഡാൻസ് ഫ്ലോർ. ഞാൻ പ്രോഗ്രാം ചെയ്ത സോങ് അത് നല്ല റീച്ച് ആയ സോങ്. ഇപ്പോഴും എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസിനും ഡാൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പാട്ട് എന്തായാലും കമ്പൽസറി ആണ്.
ഞങ്ങൾ അതിനു മുമ്പ് ഷാഡോ പോലീസ് ആയിരുന്നല്ലോ. അതൊന്ന് നിഴൽ പോലീസ്. നിഴൽ പോലീസ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ എവരുടെ നിഴല് പോലും കാണത്തില്ല. കുടിക്കണ് കള്ള്. ലോ 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 ലോ. സാറേ എനിക്കൊരു സംശയം, ഈ ലോ 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 സാറ് വെച്ചതാണോ? ഞാൻ വെച്ചതല്ല. അല്ലല്ല, സാറ് വെച്ചതാ. സാറിനെ കാണുമ്പോഴേ അറിയാം സാറ് ലാലാലല വെക്കുന്ന ആളാണെന്ന്. എപ്പോഴും ലേറ്റ് ആയിട്ടാട്ടോ എത്തണേ. അല്ല, ഇപ്പൊ ഞാൻ വേറെ അത്യാവശ്യത്തിലാണ്. നമസ്കാരം. അവിടുത്തെ സെക്യൂരിറ്റിയാണ് മുസ്തഫ. അതെ, ഈ ഇങ്ങോട്ട് വന്ന വഴിക്ക് സ്റ്റുഡിയോയിട്ട് വന്നപ്പോഴത്തേന് ഈ എന്തായാലും ഈ ട്രാഫിക് എന്തെങ്കിലും നിയമലംഘനം നടത്തുവോ അതല്ലെങ്കിൽ ഈ ഓവർ സ്പീഡോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് പോകുന്നത്? ഇല്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ പിന്നെ അതെന്താണ് സംഭവിച്ചത്? വേറെ ഈ അതിർത്തി തർക്കം അങ്ങനെ എന്തെങ്കിലും അല്ല സ്വത്ത് തർക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ അതിപ്പോ എന്താ പ്രശ്നം എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വേറെ ഈ ആരെയും ഉപദ്രവിക്കുവോ അടിക്കുവോ മർദ്ദിക്കുവോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയാണ് പോണെങ്കിൽ ഇപ്പൊ ഒരു അടിയപ്പാണ്. അതാണ് കുഴപ്പം. നമ്മളൊരു കൈസഹായം ചെയ്യാൻ വന്നപ്പോ നമ്മളെ അടിക്കുമെന്നായി. എന്താ കാര്യം പറ. അല്ല, അത് വേറൊന്നുമല്ല. അപ്പൊ സാറിനെ തിരക്കി രണ്ടുപേര് പുറത്ത് വന്നിപ്പുണ്ട്. അപ്പൊ സാറുണ്ടാന്ന് ചോദിച്ചപ്പോ അതാണ് ഞാൻ വന്നത്. എന്താണ് പ്രശ്നം? രണ്ട് പോലീസുകാരാണ് പുറത്ത് വന്നിരിക്കുന്നത് സാറിനെ തിരക്കി. രണ്ട് പോലീസുകാരാണെങ്കിൽ വേണ്ടേ വേണ്ട വരെ വേണ്ട, വനിതാ പോലീസാണ്. അയ്യോ, കണ്ട വനിതാ പോലീസ് എന്ന് പറഞ്ഞപ്പോ ആ ഒരു ചാഞ്ചാട്ടം കണ്ട. ഇത് തന്നെ കേസ്. വനിതാ പോലീസ് കൊള്ളാം. എന്തായാലും മലയാളി മച്ചന്മാരെങ്ങനെയാണ്? മലയാളി മച്ചന്മാരെങ്ങനെയാണ്? അത് തന്നെ ചെന്ന് കയറി കൊടുക്കുമ്പോ ഒരു ദിവസം മനസ്സിലായി. വനിതാ പോലീസ് എന്ന് പറയുമ്പോ കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല, വനിതാ പോലീസ് എന്ന് പറയുമ്പോ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും പോപ്പി അവരെ ചെന്ന് പെടുമ്പോഴാണ് കുഴപ്പം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിക്കട്ടെ, അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ. തീർച്ചയായിട്ടും വിളിക്കാം. മാടന്മാരെ. മാടന്മാരോ? സാറന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാടന്മാരെ ഞാൻ ആദ്യമായിട്ട്. അല്ല, രണ്ട് ആണുങ്ങളാണെങ്കിൽ നമുക്ക് സാറന്മാരെ എന്ന് വിളിക്കാം. ഇത് രണ്ട് വനിതാ പോലീസ് ആയതുകൊണ്ട് മാടന്മാരെ എന്ന് വിളിച്ച ആളാണ്. മാടന്മാർ അങ്ങനെയാണ്. മാടന്മാരെ. ഗോപാല രാജിത സദ്ഗുണ ജയശീല. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഞാൻ ഈ മൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് SI സുഷമ രാജകുമാരി. രാജകുമാരിയോ? ഇതാരും രാജകുമാരി എന്നൊക്കെ പേരിടും. എന്തൊരു പേരത്? രാജകുമാരി ഇട്ടതല്ല, എന്റെ പേര് സുഷമ. രാജകുമാരി എന്റെ സ്ഥലപ്പേരാണ്. അതാണ് നല്ല പേര്. അതൊക്കെ പോട്ടെ. നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാ? ഞങ്ങൾ മാറ്റിക്കുളം പോലീസ് സ്റ്റേഷനില്. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആണല്ലോ. ഇപ്പൊ ഞങ്ങൾ പക്ഷെ പിങ്ക് പോലീസുകാരാണ്. പിങ്കാണോ? പക്ഷെ പിങ്കായിട്ട് എന്താ നീ കാക്കിയിട്ടുണ്ട് നടക്കുന്നത്? ഇത് സർക്കാർ കാര്യങ്ങളല്ലയോ. ഈ പിങ്ക് യൂണിഫോം തെക്കുന്ന് തയ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആവും. ഞങ്ങൾ അതിനു മുമ്പ് ഷാഡോ പോലീസ് ആയിരുന്നല്ലോ. അതൊന്ന് നിഴൽ പോലീസ്. നിഴൽ പോലീസ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ എവരുടെ നിഴല് പോലും കാണത്തില്ല. സാറേ, അപ്പൊ ഞങ്ങൾ ഈ വനിതാ കോൺസ്റ്റബിൾമാർ, അതായത് പോലീസുകാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചെറിയൊരു ഓർക്കസ്ട്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. അപ്പൊ അതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് സാറിനെ വിളിക്കാനാണ് വന്നത്. എന്ന് പറയുമ്പോ നിങ്ങൾ പാട്ട് പാടുമോ? ഞാൻ പാട്ടുകാരിയാ. ഞാൻ ഇൻസ്ട്രുമെന്റ്സ് കണ്ടാ തോന്നുമല്ലോ. അല്ല, കാഴ്ചയിലല്ല, വർക്കിലാ കാര്യം. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോന്നോ? ഞാനും കല്യാണി കാദംബരിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. കല്യാണിയും കാദംബരിയും പഠിച്ച കാര്യമല്ല, നീ വാച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത്. അത് തന്നെ പറഞ്ഞ, ഇതൊക്കെ രാഗങ്ങളാ സാറേ. സാറിന് അറിയാവോ, ഞാൻ അമൃതവർഷിണി പാടുമ്പോ മഴ വരും, നീലാംബരി പാടുമ്പോ ഉറക്കം വരും. ശരി വത്സമ്മോ, അപ്പൊ നീ ഏത് രാഗം പാടുമ്പോഴാടി സ്റ്റേജിനകത്തോട്ട് കല്ലും കട്ടയും കുപ്പിച്ചില്ലും ഒക്കെ വരുന്നത്? ഞങ്ങളുടെ നല്ല ഗാനമേളയാ. പിന്നെ ഞങ്ങളുടെ ഗാനമേള വെച്ച 2 ഗുണവാ. നല്ല ഗാനമേളയും കാണാം, അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതൊക്കെ ചുമ്മാതെ. കാരണം ഈ വന്ന കാലത്ത് ഗാനമേളക്കൊക്കെ അടിയും പ്രശ്നമില്ലാത്ത ചുരുക്കമാണ്. അടിയും പിടി ഉണ്ടാവും. അടിയും പിടി ഉണ്ടായ ഞാനുണ്ടല്ലോ ഒന്നന്നേരാണ് ഇപ്പൊ അങ്ങ് നിൽക്കും. നോക്കട്ടെ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ചലിക്കത്തില്ല. ഞാൻ തുള്ളും. പേടിച്ച് തുള്ളിക്കളയും. അതാണ്. അപ്പൊ സാറേ, സാറ് വരണം, ഞങ്ങളുടെ ഓർക്കസ്ട്ര ഉദ്ഘാടനം ചെയ്യണം. അല്ല, ചേട്ടനെ തന്നെ വിളിക്കാൻ എന്താ അത്ര വലിയൊരു കാരണം? എന്താ കാരണമെന്നോ? ഈ പുള്ളിയെ കുറ്റി അറിയാവോ?
നമ്മളെ സ്ത്രീകളെ കുറിച്ച് ഇത്രയും മനോഹരമായ പാട്ടുകൾ കമ്പോസ് ചെയ്ത ഒരു മ്യൂസീഷ്യൻ വേറെ ഇല്ല. അറിയാമോ? ഏത് പാട്ട്? ഇഷ്ടം പോലെ പാട്ടല്ലയോ സാറ് പാടിയിട്ടുള്ളത്, അല്ല സംഗീതം കൊടുത്തിട്ടുള്ളത്. ആ ഇനി ഒന്ന് പാടി കേൾപ്പിച്ചോട്. സുന്ദരി പെണ്ണേ സാറേ അത്ര ഓ ഇല്ല. ഞാൻ ചെറിയ ഓയാ വെച്ചത്, ഗ്യാസ് കയറി കൊണ്ടതാ, അതുകൊണ്ടാ വലിയ ഓയ ആയിപ്പോയത്. നീ പാടിക്കൊടു, പാടി പാടി അടുത്ത പാട്ട് പാടി. വെളു വെളുത്തൊരു പെണ്ണ് ലാ ലാ ലോ ലോ കുടി കുടിക്കണ് കള്ള്. ലോ 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 ലോ. സാറേ എനിക്കൊരു സംശയം, ഈ ലോ 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 സാറ് വെച്ചതാണോ? ഞാൻ വെച്ചതല്ല, അതിൽ ഓൾറെഡി ലിറിസിസ്റ്റ് എഴുതിയിരുന്ന ഒരു കാര്യമാണ്. അല്ലല്ല, സാറ് വെച്ചതാ, സാറ് വെച്ചതാ. സാറിനെ കാണുമ്പോഴേ അറിയാം സാറ് ലാലാലല വെക്കുന്ന ആളാണെന്ന്. വളരെ നന്നായിട്ടുണ്ട്. പേരുകാരെന്ന് പറയാം, ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ സംശയം, കുറെ നാളായിട്ടുള്ള സംശയമാണ്. സാർ ഒരു നല്ലൊരു പാട്ട് ചെയ്തായിരുന്നു, അതായത് കൽബിലെത്തി കൽബിലെത്തി ഒരു പാട്ട് ചെയ്തില്ലേ? അത് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൽബിൽ എത്തിയെന്നാണ് അതാ കൽബിലെ തീ എന്നാണ്? കൽബിൽ എത്തി എന്നാണ് ഉദ്ദേശിച്ചത്. എത്തിയെന്നാണ്. അതാണ് ഞാൻ കാരണം വെച്ചാൽ എൻ്റെ ഒരു ലൈഫും ഞാനും എൻ്റെ പെണ്ണുമുള്ള സൈനബയായിട്ടുള്ള ഒരു സംഘർഷം വെച്ച് നോക്കുമ്പോഴത്തേന് കൽബിലെ തീയാണ്. അവളെ കാണുമ്പോൾ എനിക്ക് തീയാണ് ഉള്ളിൽ. അതാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് അങ്ങനെ ഒരു സംശയം വന്നത്. അപ്പൊ സാറിനോട് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഉദ്ഘാടനത്തിന് വരണം, അത് മാത്രമല്ല പിന്നെ ഞങ്ങൾ ഈ വനിതാ പോലീസുകാർ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു പഴഞ്ചൻ രീതിയാണല്ലോ ഇപ്പോഴും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾക്കൊരു മ്യൂസിക് തെറാപ്പി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. മ്യൂസിക് തെറാപ്പി ചോദ്യം ചെയ്യണം? ചോദ്യം ചെയ്യില്ല. അപ്പൊ സാർ അതൊന്ന് ചിട്ടപ്പെടുത്തി ഞങ്ങൾക്ക് തരണം. അത് മാത്രമല്ല കേരള പോലീസിന് ഒരു അഭിമാനമായിരിക്കും സാറെങ്കിൽ. പക്ഷെ അഭിമാനമൊക്കെ ഓക്കെ, പക്ഷെ ആദ്യം ഈ മ്യൂസിക് തെറാപ്പി ചെയ്യണമെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടാലല്ലേ പറ്റുള്ളൂ. കാണിച്ചു തരും. പ്രതിയെ നമ്മൾ പ്രതി നീ ഒരു കാര്യം ചെയ്യും, നീ അത്യാവശ്യം ഫോൺ എടുത്തിട്ട് നമ്മുടെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു പ്രതി വരാൻ പറ. എളുപ്പം വിളിച്ചു. മാഡം അല്ല, ആരാണ് അവിടെ ഷൂൾ അടിക്കുന്നത്? മര്യാദയ്ക്ക് ഇതിലെ കൂപ്പെടുത്തി ഞാൻ പാട്ടിക്കളെ. ആരാണ് ഷൂൾ അടിക്കുന്നത്? ഞാനേ അല്ല, വെള്ളി നക്ഷത്രം. ആരാണ് പറഞ്ഞത് മര്യാദയ്ക്ക്? ഞാനാണ് പ്രതിയാണ് ഞാൻ. ഇയാളാ? ഇവിടുത്തെ സെക്യൂരിറ്റി അല്ലേ? അയ്യോ, എന്നെ ചോദ്യം ചെയ്യാതെ വിടില്ലേ? നിങ്ങളുടെ മൃദുലമായ കൈ കൊണ്ട് എന്നെ ചോദ്യം ചെയ്തിട്ട് വിടാം. അയ്യോ, ഞാൻ പ്രതിയാണ്, എന്നെ ചോദ്യം ചെയ്യും. എന്നെ ചോദ്യം ചെയ്തോളൂ. കുനിഞ്ഞിരിക്കൂ. കുഞ്ഞിരിക്കാനോ? സാറേ മ്യൂസിക് പ്ലേ ചെയ്യും. മ്യൂസിക് പ്ലേ. മതി. അല്ല, ഇതാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. കുനിഞ്ഞിരിക്കുമ്പോൾ നടുവിൽ ഇച്ചിരി പേര് വരും, എന്നാലും നല്ല സുഖമാണ് കേട്ടോ സംഭവം. അത് തന്നെ സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന അതാണ്, ചുമ്മാ അല്ല, ഈ കണക്കിനാണ് നിങ്ങളുടെ സ്റ്റേഷനിലെ ഈ പ്രതികളുടെ ക്യൂ ആയിരിക്കുമല്ലേ? ഈ കണക്കിനല്ലേ ചോദ്യം ചെയ്യുന്നത്, അപ്പൊ ക്യൂ ആയിരിക്കും. ഞാൻ വേറൊരു കേസ് ആലോചിക്കുന്നറിയാമോ? ചുമ്മാ അതല്ല, നേരത്തെ പോയ ഒരുത്ത ഇതുവരെ തിരിച്ചു വരാത്തത്, മറ്റേ ഒറ്റ കൈയുള്ള ഗോവിന്ദച്ചാമി. ഇത് തന്നെ കേസ് അവിടെ കിടന്ന് തൂക്കുകയാണ്. അവന്റെയൊക്കെ ഒരു സമയം, അകത്തും സുഖം പുറത്തും സുഖം. നമ്മളെന്ത് ചെയ്യല്ലേ? അപ്പൊ സാറേ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, വർക്കുണ്ട്. അപ്പൊ സാറ് വരണം. എപ്പോ വന്നെന്ന് വെച്ചാൽ മതി. അത് തന്നെയല്ലേ എന്റെ പൊന്നു സാറേ, ഇത് എന്തറിഞ്ഞിട്ടാ പറയാ? പോകരുത്. ഞാൻ അവരോട് പോട്ടെ, ഒരു ഉദ്ഘാടനത്തിൽ വിളിച്ചു. സാറേ പോകരുത്, വിഷയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കടന്നു പറഞ്ഞാൽ ഞാൻ പോവും. ഇത് ആപത്തിലോട്ടാണ് ഈ ചെന്ന് ചാടുന്നത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കി. ഒന്ന് ചോദ്യം ചെയ്യട്ടെന്ന്. ഇത് ചുമ്മാ ഞാൻ പറഞ്ഞ സുഖം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കി. സംഭവം വേറെ ഞാൻ ഇപ്പൊ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് വലിയൊരു മരം, ആ മരത്തിൽ നിന്ന് നമുക്ക് ആയിരക്കണക്കിന് തീപ്പെട്ടി കമ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആയിരക്കണക്കിന് മരങ്ങൾ കത്ത് നശിപ്പിക്കാൻ ഇതുപോലത്തെ ഒറ്റ കഷ്ണം തീപ്പെട്ടി കമ്പ് മതി. അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് കാര്യം പറയുന്നത് മനസ്സിലായി. അതെ, ഗോപി സുന്ദർ സാറ് ഞങ്ങളുടെ ഓർക്കസ്ട്ര ഉദ്ഘാടനം ചെയ്യാൻ വന്നായിരുന്നെങ്കിലേ സുന്ദരവായേനെ. വന്നില്ലെങ്കിലോ? ഗോപി അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും നിങ്ങളുടെ കയ്യിലൊക്കെ സല്യൂട്ട് ഉള്ളതിൽ എന്നേലും ഒരു സല്യൂട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് മൂന്നുപേർക്ക് കൂടുതൽ സാറിന് ഒരു സല്യൂട്ട് കൊടുക്കാം, അതായിരിക്കും ബെറ്റർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയേക്കാം. ഈ പുള്ളിക്ക് മുടിഞ്ഞ ജാടയാണെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാതല്ലോ,
റഹ്മാനെ ഒന്ന് ട്രൈ ചെയ്താലോ? അയ്യോ അത് മതി അത് മതി. Okay അല്ലേ? Okay. മുസ്തഫ മുസ്തഫ മാഡം, എന്താണ് വിളിച്ചത്? എനിക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാനാണ്, ചെയ്തോളൂ. ഇവിടെ മുസ്തഫ എന്ന് വിളിച്ച ഇയാളെ അല്ല, റഹ്മാന്റെ പാട്ട് പാടിയതാ. നീ പാടി. എന്താ ഇപ്പൊ അങ്ങനെ ഉണ്ട്? മുസ്തഫ. എന്റെ പേര് വെച്ച് AR റഹ്മാൻ വരെ പേരെടുത്ത് രക്ഷപ്പെട്ടു പോയി. മുസ്തഫ, അതാണ് ഞാനാണ് മുസ്തഫ സെക്യൂരിറ്റി. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, അവരെ കൊണ്ട് വിട്ടില്ലെങ്കിൽ വിഷയമാണ്. ഓക്കെ. അത്രേ ഉള്ളൂ. ഞാൻ വരാം കേട്ടാ. പൊക്കളയിലെ പിങ്കേ, പൊക്കളയിലെ പിങ്കേ. ചുന്ദരി പെണ്ണേ ഓ, ചുന്ദരി പെണ്ണേ ഓ. സിനിമയിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ളത് ആരുമായിട്ടാ? എനിക്ക് പേഴ്സണലി പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ 1-2 പേരേ ഉള്ളൂ. അവരൊന്നും സിനിമയിലുള്ളവരല്ല. പിന്നെ സിനിമയിൽ സൗഹൃദം എന്ന് പറയുമ്പം 2 രീതിയിലുണ്ട്. നമുക്ക് അറിയുന്നവർ, കൂടുതൽ അടുത്തറിയുന്നവർ. ഒരിക്കലും സുഹൃത്തായിട്ടല്ല അവരെ കാണുന്ന, ഒരു കൂടുതൽ അറിയുന്നവർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. സുഹൃത്തിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സുഹൃത്ത് എന്നുള്ള ഒരു കാര്യത്തിൽ. എപ്പോഴും എനിക്ക് എന്നും നമ്മൾ ആലോചിക്കും, ഇന്നൊരു വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു പുതിയ വർക്ക് നമ്മളെ കിട്ടുമ്പോൾ ഞാനെന്നും ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് റോഷൻ ആൻഡ്രൂസ്. അദ്ദേഹത്തിനോടാണ് ഞാൻ നന്ദി പറയുന്നത്. കാര്യം ഇന്ന് എനിക്കൊരു പുതിയ സിനിമ വരുമ്പോഴും എത്ര സിനിമകൾ, ഇപ്പോൾ ഓരോ ആഴ്ചയിൽ ഞാൻ ഓരോ പടം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 26ഓളം പ്രോജക്ട്സിൽ ഞാനിപ്പോൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ എന്നെ ആദ്യം വിളിച്ച ആ വ്യക്തിയാണ്, അദ്ദേഹം കാണിച്ച ആ ധൈര്യത്തിനാണ്. എന്നെ ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമ, അതിൽ എന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വിളിക്കുകയുണ്ടായി. ആ ഒരു മൊമെൻ്റാണ് ഇന്നും ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സ് എന്നെ വിളിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തിനാണ് ആദ്യം ആലോചിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഈ തൊഴിലേൽപ്പിച്ച റോഷൻ ആൻഡ്രൂസിനെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. സോ അദ്ദേഹത്തിനോടാണ് എന്നും കടപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിനോടാണ്. ഒരു പാട്ട് കൂടെ പാടിത്തരൂ. സുന്ദരി പെണ്ണെ. ആയിക്കോട്ടെ. ചുന്ദരി പെണ്ണേ ഓ, ചുന്ദരി പെണ്ണേ ഓ, കണ്ടോടി പെണ്ണേ ഓ, തേടണൊരാളെ ഓ, ചുന്ദരി പെണ്ണേ ഓ, ചുന്ദരി പെണ്ണേ ഓ, ചങ്ക് പിടച്ച് ഞരമ്പില് തീയ പിടിച്ച് കണ്ണ് ചിമ്മാണ്ട് പെണ്ണൊരുത്തി തേടണതാരേ ചുന്ദരി പെണ്ണേ ഓ, ചുന്ദരി പെണ്ണേ ഓ, പിന്നില് തന്നും ഇരുങ്ങണ കൊള്ളി മീൻ പോലെ മണ്ണിലിറങ്ങും ഇടക്കിട മിന്നല് പോലെ തൊട്ട് വിളിക്കും കുളിരണ തെന്നല് പോലെ നോക്കണ മുമ്പേ പറയണൊരാളവനാരോ ചുന്ദരി പെണ്ണേ ഓ, ചുന്ദരി പെണ്ണേ ഓ, ചങ്ക് പിടച്ച് ഞരമ്പില് തീയ പിടിച്ച് കണ്ണ് ചിമ്മാണ്ട് പെണ്ണൊരുത്തി തേടണതാരേ ചുന്ദരി പെണ്ണേ ഓ, ചുന്ദരി പെണ്ണേ ഓ. ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു, ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു. തിരുത്ത് എന്താ? കാരണം ഇത് ആരെ നോക്കിയാ പാടിയ സുന്ദരി പെണ്ണേന്ന്? അവിടെ പോയി സംഭവം, അവിടെ സംഭവം പോയി. നേരെ മറിച്ച് സുന്ദരി പെണ്ണെന്നുള്ളടത്ത് സുന്ദര ചെറുക്കാന്ന് വിളിച്ചിരുന്ന ഞാൻ ഓടിപ്പാഞ്ഞ് വന്നേനെ. അപ്പൊ ഇത് കൊടുത്താ അതിനെന്റെ സമ്മാനമാണ്. ഗോപി ചേട്ടൻ ഈ ഫ്ലോറിൽ വന്ന് നമ്മളൊക്കെ സന്തോഷിപ്പിച്ച് നമുക്ക് കുറെ പാട്ട് പാടി തന്നു. ഇപ്പോ ഞങ്ങൾ നൽകുന്ന സ്നേഹോപഹാരമാണ് പറക്കാട് ജോൾസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആനക്കുട്ടൻ. തങ്കോ പ്യോർ തങ്കമാണ്. തുടരെ
മിനിച്ചേക്കടെ. എന്താണ് ചേട്ടന്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരോട് പറയാനുള്ളത്? നന്ദി മാത്രമേ പറയാനുള്ളൂ. കാര്യം ഈ വർഷം ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് മ്യൂസീഷ്യൻസ് കഷ്ടപ്പെട്ട് പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കഷ്ടപ്പെട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രോജക്ട്സ് ഉണ്ട്. വിമാനം അല്ലെങ്കിൽ കമ്മാര സംഭവം, പിന്നെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതെല്ലാം വലിയ വലിയ പ്രോജക്ട്സാണ്. അതിനെല്ലാത്തിനും വർക്ക് ചെയ്യാനുള്ള ഒരു ആരോഗ്യവും ശക്തിയും എന്താ പറയുക എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ തരണമേ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു അംഗമായി എന്നെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഒരു ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനോ അനിയനോ സഹോദരൻ ആരെങ്കിലും ആയിട്ട് എന്നെ വീട്ടിലൊരാളെ പോലെ കണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ബാക്കിയായത് ഞാൻ നിങ്ങളുടെ ഇതുപോലെ പ്രിയപ്പെട്ട അതിഥികളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. ആരും പോവരുത്. ഗോപിച്ചേട്ടൻ ഒരു പാട്ട് കൂടെ പാടിത്തരൂലേ പ്ലീസ്? ഒരു പാട്ട് ഞാൻ ചമ്മി പോകും. പാടിക്കൂടെ പിള്ളേരാഗ്രഹം. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണി മധുരം നുണയും മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി.